പഹൽഗാം ഭീകര ആക്രമണം ഇന്ത്യയുടെ വ്യാജ ആക്രമണമായിരുന്നു എന്ന് ഇനി പാകിസ്ഥാൻ അവകാശപ്പെടാൻ ആകില്ല. പഹൽഗാം ഭീകര ആക്രമണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം പാകിസ്ഥാനിൽ നിന്നായിരുന്നു എന്ന് NIA കുറ്റപത്രം. പഹൽഗാമിലെ വിനോദസഞ്ചാര മേഖലയിൽ ആക്രമണം നടത്താനുള്ള ഗൂഢാലോചന മുഴുവൻ ആസൂത്രണം ചെയ്തത് പാകിസ്ഥാനിലാണെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ആക്രമണത്തിന് ശേഷം രാജ്യാന്തര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി ഇത് ഇന്ത്യയുടെ വ്യാജ ആക്രമണമാണ് എന്ന തരത്തിലുള്ള കഥകളാണ് പാക് ഭീകരർ പ്രചരിപ്പിച്ചത്. ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് NIA കണ്ടെത്തലുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ലഷ്കർ തോയ്ബ, അതിന്റെ നിഴൽ സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നിവയിലെ പ്രമുഖ ഭീകരൻ സൈഫുല്ല പാകിസ്ഥാനിലെ ലാഹോറിലിരുന്നാണ് പഹൽഗാമിലെ ഭീകരരുടെ ചരടുവലി നടത്തിയിരുന്നത്. ഇന്ത്യ തിരയുന്ന ഏറ്റവും അപകടകാരികളായ ഭീകരരുടെ പട്ടികയിലുള്ള ആളാണ് സൈഫുല്ല. പാകിസ്ഥാനിൽ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് അയാൾ ഇപ്പോഴും ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതി ഇടുന്നുണ്ട് എന്നാണ് വിവരം. പഹൽഗാം ഭീകരാക്രമണ കുറ്റപത്രത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി ഒന്നാം പ്രതിയായ ലഷ്കർ തോയ്ബയുടെയും TRFന്റെയും ഭീകരനായ സൈഫുള്ള സാജിദ് ജാട്ട് എന്ന ലാംഗ്ഡെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. NIA പറയുന്നത് പാകിസ്ഥാനിലെ ലാഹോർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാജിദ് ജാട്ടാണ് ആക്രമണത്തിന്റെ സൂത്രധാരനും കൈകാര്യം ചെയ്തത്. 3 ഭീകരരുമായി ഇയാൾ നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു. അവർക്ക് തത്സമയ നിർദ്ദേശങ്ങളും സ്ഥലവിവരങ്ങളും നൽകി. ആക്രമണത്തിനിടയിലും അദ്ദേഹം അവരുമായി ആശയവിനിമയം തുടർന്നു. പാകിസ്ഥാനിലെ കെസൂർ സ്വദേശിയാണ് സാജിദ് ജാട്ട്. കാലിൽ വെടിയേറ്റതുകൊണ്ട് തന്നെ കൃത്രിമ കാലാണ് ഇയാൾക്കുള്ളത്. ലങ്ഡ മുടന്തൻ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. 2005 ഇയാൾ ഇന്ത്യൻ അതിർത്തി കടന്ന് കാശ്മീരിലേക്ക് എത്തി. ദക്ഷിണ കാശ്മീരിലെ കുൽഗാമിൽ താമസിച്ചു. അവിടെ പ്രാദേശിക യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്തൊരു വലിയ ലഷ്കർ ശൃംഖല സ്ഥാപിച്ചു. അവിടെ വെച്ച് അയാൾ ഷബിറ എന്ന തദ്ദേശീയ സ്ത്രീയെ വിവാഹം കഴിച്ചു. അവർ ഒരു മകനെ പ്രസവിച്ചു. പിന്നീട് ഭാര്യയോടൊപ്പം പാകിസ്ഥാനിലേക്ക് പോയി. പക്ഷേ മകൻ കാശ്മീരിൽ തന്നെ ഉണ്ട് എന്നാണ് കേൾവി. 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ലഷ്കർ തോയ്ബയുടെ പ്രോക്സി സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് സ്ഥാപിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ഇയാൾ. കുറ്റപത്രത്തിൽ സാജിദ് ജാട്ടിന്റെ ഒരു ഫോട്ടോയും NIA ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫോട്ടോ ഇയാളുടെ മകൻ തിരിച്ചറിഞ്ഞു. ഇയാൾ തന്റെ അച്ഛനാണെന്ന് അയാൾ സ്ഥിരീകരിച്ചു. മകന്റെ മൊഴിയും NIA രേഖപ്പെടുത്തിയിട്ടുണ്ട്. NIA പറയുന്നത് പ്രകാരം ഏപ്രിൽ 15, 16 തീയതികളിൽ സാജിദ് ജാട്ട് 3 ഭീകരരെയും ലാഹോറിൽ നിന്ന് ബസറൻ താഴ്വരയിലേക്ക് അയച്ചു. അതായത് ആക്രമണം അവർ ദിവസങ്ങൾക്ക് മുൻപ് ആസൂത്രണം ചെയ്തിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് ഡ്രോണുകൾ വഴി ആയുധങ്ങളും മയക്കുമരുന്നുകളും സാജിദ് എത്തിച്ചു. കാശ്മീരിലെ സുരക്ഷാ സേന, നാട്ടുകാർ അല്ലാത്തവർ, സാധാരണക്കാർ ഇവർക്കെതിരെ വലിയ ഭീകര ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതായി സാജിദ് ജാട്ടിനെതിരെ ആരോപിക്കപ്പെടുന്നു. ലാഹോറിൽ നിന്നാണ് ഇയാൾ ഈ ആക്രമണങ്ങൾ നിയന്ത്രിച്ചത്. ഈ ഭീകരന് ഇന്ത്യൻ സർക്കാർ 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെരയുന്ന 3 ഭീകരരിൽ ഒരാളാണ് ഇയാൾ. പാകിസ്ഥാനിലെ കസൂലുള്ള സാജിദ് ജാട്ടിന്റെ സമീപകാല ഫോട്ടോകളും വീഡിയോകളും പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാജിദ് ജാട്ടിന്റെ വലിയ ഭൂഗർഭ തൊഴിലാളികളുടെ ശൃംഖലയെക്കുറിച്ചും NIA കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നു. വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ കശ്മീർ ഫൈറ്റ് എന്ന ടെലഗ്രാം ചാനൽ വഴി TRF ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. എന്നാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി ഉൾപ്പെടെയുള്ള രാജ്യാന്തര വേദികളിൽ നിന്ന് കടുത്ത വിമർശനവും അപലപനവും ഉണ്ടായി. ഇതോടെ ഭീകരർ നിലപാട് മാറ്റുകയായിരുന്നു. തങ്ങളുടെ ടെലഗ്രാം ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്നും ആക്രമണത്തിൽ പങ്കില്ല എന്നും അവർ വാദിച്ചു. എന്നാൽ NIA നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിൽ കശ്മീർ ഫൈറ്റ് എന്ന ടെലഗ്രാം ചാനൽ പ്രവർത്തിപ്പിച്ചത് പാകിസ്ഥാനിൽ നിന്നാണെന്ന് കണ്ടെത്തി. ഇവരുടെ മറ്റൊരു ചാനലായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഒഫീഷ്യൽ റാവൽപിണ്ടിയിൽ നിന്നാണ് നിയന്ത്രിച്ചിരുന്നത് എന്നും NIA കണ്ടെത്തിയതോടെയാണ് പാകിസ്ഥാൻ പ്രചാരണം പൊളിഞ്ഞത്. ഓപ്പറേഷൻ മഹാദേവ് എന്ന സൈനിക നടപടിയിലൂടെ വധിക്കപ്പെട്ട ഭീകരരിൽ നിന്ന് കണ്ടെടുത്ത 2 മൊബൈൽ ഫോണുകൾ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിയതാണെന്നും NIA സ്ഥിരീകരിച്ചു. ഏപ്രിൽ 15, 16 തീയതികളിൽ ഫൈസൽ ജാട്ട്, ഹബീബ് താഹിർ, ഹംസ അഫ്ദാനി എന്നീ 3 ഭീകരരെ ബൈസറൻ താഴ്വരയിലും പരിസരങ്ങളിലും നിരീക്ഷണം നടത്താനായി സൈഫുല്ല അയച്ചു. ഇവർ സുരക്ഷാ ക്രമീകരണങ്ങളും വിനോദസഞ്ചാരികളുടെ നീക്കങ്ങളും നിരീക്ഷിച്ചു. ആക്രമണ ദിവസം ലാഹോറിലിരുന്ന് സൈഫുല്ല ഭീകരരുമായി നിരന്തരം ബന്ധപ്പെടുകയും അവർക്ക് കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു. ഭീകരരുടെ നീക്കങ്ങൾ, ഒളിത്താവളങ്ങൾ, രക്ഷപ്പെടാനുള്ള വഴികൾ എന്നിവയെല്ലാം സൈഫുല്ല നേരിട്ടാണ് നിയന്ത്രിച്ചത്. ആക്രമണത്തിന് ഭീകരരെ സഹായിച്ച പർവേസ് ബഷീർ അഹമ്മദ് എന്നീ 2 പ്രദേശവാസികളെയും NIA തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.